വായനയിൽ നമ്മെ സഹായിക്കും. Praise the Lord. Hallelujah. 90-ാം സങ്കീർത്തനം നമുക്ക് വാക്യപ്രതിവാക്യമായിട്ട് വായിക്കാം. 90-ാം സങ്കീർത്തനം. ഹല്ലേലൂയ. കർത്താവേ, നീ തലമുറ തലമുറയായി ഞങ്ങളുടെ സങ്കേതമായിരിക്കുന്നു. പർവ്വതങ്ങളുണ്ടായതിനും നീ ഭൂമിയെയും ഭൂമണ്ഡലത്തെയും നിർമ്മിച്ചതിന് മുമ്പേ നീ അനാദിയായും ശാശ്വതമായും ദൈവമാകുന്നു. നീ മർത്യനെ പൊടിയിലേക്ക് മടങ്ങിച്ചേരുമാറാക്കുന്നു. മനുഷ്യപുത്രന്മാരെ തിരികെ വരുവീൻ എന്ന് അരുളി ചെയ്യുന്നു. 1000 സംവത്സരം നിന്റെ ദൃഷ്ടിയിൽ ഇന്നലെ കഴിഞ്ഞു പോയ ദിവസം പോലെയും രാത്രിയിലെ ഒരു യാമം പോലെ മാത്രം ഇരിക്കുന്നു. നീ അവരെ ഒഴുക്കി കളയുന്നു. അവർ ഉറക്കം പോലെ അത്രേ. അവർ രാവിലെ മുളച്ചു വരുന്ന പുല്ല് പോലെയാകുന്നു. രാവിലെ തഴച്ചുകൊണ്ടിരുന്നു. ഞങ്ങൾ നിന്റെ കോപത്താൽ ക്ഷയിച്ചും നിന്റെ ക്രോധത്താൽ ഭ്രമിച്ചും പോകുന്നു. നീ ഞങ്ങളുടെ അകത്യങ്ങളെ നിന്റെ മുമ്പിലും ഞങ്ങളുടെ രഹസ്യഭാവങ്ങളെ നിന്റെ മുഖപ്രകാശം വെച്ചിരിക്കുന്നു. ഞങ്ങളുടെ നാളുകളൊക്കെ നിന്റെ ക്രോധത്തിൽ കഴിഞ്ഞുപോയി. ഞങ്ങളുടെ സംവത്സരങ്ങളെ ഞങ്ങൾ ഒരു നെടുവീർപ്പ് പോലെ കഴിക്കുന്നു. ഞങ്ങളുടെ ആയുഷ്കാലം 70 സംവത്സരം, ഏറെയായ 80 സംവത്സരം. അതിന്റെ പ്രയാസവും ദുഃഖവും അത്രേ. അത് വേഗം തീരുകയും ഞങ്ങൾ പറഞ്ഞു പോവുകയും ചെയ്യും. നിന്റെ കോപത്തിന്റെ ശക്തിയും നിന്നെ ഭയപ്പെടുവാൻ തക്കവണ്ണം നിന്റെ ക്രോധത്തെയും ഗ്രഹിക്കുന്നവനാർ. ഞങ്ങൾ ജ്ഞാനം കൊണ്ട് ഒരു ഹൃദയം പ്രാപിക്കത്തവണ്ണം ഞങ്ങളുടെ നാളുകൾ എണ്ണുവാൻ ഞങ്ങളെ ഉപദേശിക്കണമേ. യഹോവേ, മടങ്ങി വരണമേ. എത്രത്തോളം താമസം? അടിയങ്ങളോട് സഹതാപം തോന്നണമേ. നീ ഞങ്ങളെ ക്ലേശിപ്പിച്ച ദിവസങ്ങൾക്കും ഞങ്ങൾ അനർത്ഥം അനുഭവിച്ച സംവത്സരങ്ങൾക്കും തക്കവണ്ണം ഞങ്ങളെ സന്തോഷിപ്പിക്കണമേ. അടുത്ത വാക്യം നമുക്ക് ചേർന്ന് വായിക്കാം. ഞങ്ങളുടെ ദൈവമായ യഹോവയുടെ പ്രസാദം ഞങ്ങളുടെ മേലിരിക്കുമാറാകട്ടെ. ഞങ്ങളുടെ കൈകളുടെ പ്രവൃത്തിയെ സാധ്യമാക്കി തരണമേ. അതേ, ഞങ്ങളുടെ കൈകളുടെ പ്രവൃത്തിയെ സാധ്യമാക്കി തരണമേ. നമ്മുടെ വിശുദ്ധ കരങ്ങളെ ഉയർത്തി നമുക്ക് കർത്താവിനെ മഹത്വപ്പെടുത്താം. ചേർന്നുകൊണ്ട് നമുക്ക് കർത്താവിനെ മഹത്വപ്പെടുത്താം. ഹല്ലേലൂയ. ഞങ്ങളുടെ ദൈവമായ യഹോവയുടെ പ്രസാദം ഞങ്ങളുടെ മേലിരിക്കുമാറാകട്ടെ. ഞങ്ങളുടെ കൈകളുടെ പ്രവൃത്തിയെ സാധ്യമാക്കി തരണമേ. അതേ, ഞങ്ങളുടെ കൈകളുടെ പ്രവൃത്തിയെ സാധ്യമാക്കി തരണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവം കർത്താവേ, ഞങ്ങൾ അവിടുത്തെ വാഴ്ത്തുന്നു. തലമുറ തലമുറയായി അവിടുന്ന് ഞങ്ങളുടെ സങ്കേതമായിരിക്കാൻ ഞങ്ങൾ അവിടുത്തെ വാഴ്ത്തുന്ന കർത്താവേ, ദൈവസഭയെ അവിടുത്തെ കരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. വിവിധ ആവശ്യങ്ങളിൽ ഇരിക്കുന്ന പ്രിയപ്പെട്ടവരുണ്ടല്ലോ കർത്താവേ, തലമുറ തലമുറയായി ഞങ്ങളുടെ സങ്കേതമായ ദൈവമേ, അല്ലെങ്കിൽ ഞങ്ങളുടെ പ്രിയപ്പെട്ടവരുടെ ആവശ്യങ്ങളുടെ മേൽ ദൈവത്തിന്റെ അത്ഭുതകരം ചലിക്കുമാറാകണമേ. കർത്താവേ, രോഗികൾക്ക് സൗഖ്യം നൽകുമാറാകണമേ. കർത്താവേ, ജോലിയില്ലാത്തവർക്ക് ജോലി നൽകി സഹായിക്കുമാറാകണമേ. യാത്ര ചെയ്യുന്ന പ്രിയപ്പെട്ടവരുടെ മേൽ നിന്റെ അനുഗ്രഹം ചൊരിയുമാറാകണമേ. കർത്താവേ, ദൈവത്തിന് സ്തോത്രം. പുതിയ വഴികളെ തുറക്കുമാറാകണമേ. ഹല്ലേലൂയ. തലമുറകൾക്ക് കർത്താവേ അനുഗ്രഹിക്കപ്പെട്ട ഭാവി അവിടുന്ന് നൽകുമാറാകണമേ. കർത്താവേ, ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. രാത്രി ഞങ്ങൾക്ക് ഒന്ന് സങ്കീർത്തനത്തിനായി സ്തോത്രം. ഇതിൽ നിന്ന് ചിന്തിപ്പാൻ കർത്താവ് ഞങ്ങളെ സഹായിക്കുമാറാകണമേ. അവിടുത്തെ കരങ്ങളിൽ ഞങ്ങളെ സമർപ്പിച്ചേൽപ്പിക്കുന്ന കർത്താവേ സ്തോത്രം. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ അവിടുത്തെ ജനത്തെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ടിരിക്കാൻ സ്തോത്രം ചെയ്യുന്നു. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. ഹല്ലേലൂയ. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഇന്ന് രാത്രിയിൽ ദൈവസന്നിധിയിലായിരിക്കാൻ കർത്താവ് കൃപയതിനെ ഓർക്കാൻ ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. കഴിഞ്ഞ ഒരാഴ്ചക്കാലം മുഴുവനും കർത്താവ് എനിക്കും കുടുംബത്തിനും ആമേൻ നല്ലവനും വല്ലഭനുമായി ദേശത്തെ കാത്ത് പരിപാലിച്ചു. എന്നെ കേൾക്കുന്നതായ സഭയാം കുടുംബത്തെയും കർത്താവ് ആമേൻ അനുഗ്രഹിച്ച് ഹല്ലേലൂയ സന്തോഷത്തോടും സമാധാനത്തോടും ആക്കിയിരിക്കുന്ന കൃപയോർത്ത് ഞാൻ ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. ഇന്ന് വായിച്ച സങ്കീർത്തനത്തിന്റെ ആദ്യത്തെ വാക്യവും 4-ാമത്തെ വാക്യവും നമുക്കൊന്ന് വായിക്കാം. ദൈവത്തിന് സ്തോത്രം. കർത്താവേ, നീ തലമുറ തലമുറയായി ഞങ്ങളുടെ സങ്കേതമായിരിക്കുന്നു. 1000 സംവത്സരം നിന്റെ ദൃഷ്ടിയിൽ ഇന്നലെ കഴിഞ്ഞുപോയ ദിവസം പോലെയും രാത്രിയിലെ ഒരു യാമം പോലെയും മാത്രം ഇരിക്കുന്നു. കർത്താവേ, നീ തലമുറ തലമുറയായി ഞങ്ങളുടെ സങ്കേതമായിരിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. സങ്കീർത്തനക്കാരൻ ഇവിടെ പറയുകയാണ്,
നീ തലമുറ തലമുറയായി ഞങ്ങളുടെ സങ്കേതമായിരിക്കും. നമുക്കറിയാം, ഒരു തലമുറ വരുന്നു, ഒരു തലമുറ കഴിഞ്ഞു പോകും. ദൈവത്തിന് സ്തോത്രം. അനേക തലമുറകൾ ആമേൻ കഴിഞ്ഞുപോയി. ദൈവത്തിന് സ്തോത്രം. ഈ തലമുറയിൽ എത്തിച്ചേരുവാൻ നമുക്ക് സഭയായി ദൈവം നമ്മളോട് കാണിച്ച സ്നേഹത്തെ ഓർത്ത് ഞാൻ എൻ്റെ കർത്താവിനെ മഹത്വപ്പെടുത്തുന്നു. ദൈവത്തിന് സ്തോത്രം. അനേകരെ ആമേൻ, വലിയവരെ, ഉന്നതന്മാരെ, ശ്രേഷ്ഠന്മാരെ, വിദ്യാസമ്പന്നന്മാരെ, ആമേൻ, ധനവാന്മാരെ ഒക്കെയും ആമേൻ കഴിഞ്ഞു പോകുന്നു. എന്നാൽ ദൈവത്തിന് സ്തോത്രം, ദൈവത്തെ സ്നേഹിക്കുന്ന തന്റെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ആമേൻ അവൻ ഉന്നതനും ഉയർന്നവനും ശാശ്വതവാസിയും ആമേൻ ആയിരിക്കാൻ ഞാൻ ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. ദൈവത്തിന് സ്തോത്രം. ഒരു തലമുറ കഴിഞ്ഞു പോകുന്നു, വേറൊരു തലമുറ വരുന്നു. ദൈവത്തിന് സ്തോത്രം. തലമുറ തലമുറയായി ദൈവം നമ്മളുടെ സങ്കേതമാകുന്നു. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. ആദാം മുതൽ ഏഴാമനായ ഹാനോക്ക്, ദൈവത്തിന് സ്തോത്രം, ദൈവത്തോട് കൂടെ നടന്നു. ആമേൻ. നാം തിരുവചനത്തിൽ കാണുന്ന അങ്ങനെയാണ്. ഹാനോക്ക് ദൈവത്തോട് കൂടെ നടന്നു. ദൈവത്തിന് സ്തോത്രം. യഹോവ അവനെ എടുത്തുകൊണ്ടുപോയി. ദൈവത്തിന് സ്തോത്രം. അവനെ പിന്നെ കാണുവാനില്ല. ദൈവത്തിന്. എന്നാൽ അവന്റെ ഒരു സന്തതിയുണ്ട്, മെഥൂശലഹ്. ഹല്ലേലൂയ. അവൻ 969 സംവത്സരം ജീവിച്ചിരുന്നു. ദൈവത്തോടുകൂടെ നടന്ന തലമുറ ആമേൻ, നിന്റെ തലമുറ 969 സംവത്സരം ജീവിച്ചിരുന്നു എന്ന് നാം തിരുവചനത്തിൽ കാണുന്നു. ദൈവത്തിന് സ്തോത്രം. 4-ാം വാക്യത്തിൽ നാം വായിച്ചത്, 1000 സംവത്സരം നിന്റെ ദൃഷ്ടിയിൽ ഇന്നലെ കഴിഞ്ഞുപോയ ദിവസം പോലെയും രാത്രിയിലെ ഒരു യാമം പോലെയും മാത്രം ഇരിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. അങ്ങനെയെങ്കിൽ 969 സംവത്സരം ജീവിച്ചിരുന്നതായ ആമേൻ മെഥൂശലഹും ദൈവത്തിന് സ്തോത്രം നാം ചിന്തിക്കുമ്പോൾ, ദൈവത്തിന് സ്തോത്രം, കർത്താവിന്റെ കണക്കിൽ നോക്കിയാൽ ആമേൻ ഒരു വർഷം തികഞ്ഞില്ല. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. ദൈവത്തിന് ഒരു ദിവസം തികഞ്ഞില്ല. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. അവിടെ നമ്മൾ പത്രോസിന്റെ 2-ാം ലേഖനം, പത്രോസിന്റെ 2-ാം ലേഖനത്തിന്റെ അതിന്റെ 8-ാം വാക്യത്തിൽ, 2 പത്രോസിന്റെ ലേഖനം 3-ാം അധ്യായത്തിന്റെ 8-ാം വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. ഒന്ന് വായിക്കാം. 2 പത്രോസിന്റെ 3-ാം ലേഖനം 8-ാം വാക്യം. ദൈവത്തിന് മഹത്വം. എന്നാൽ പ്രിയമുള്ളവരെ, കർത്താവിന് ഒരു ദിവസം 1000 സംവത്സരം പോലെയും 1000 സംവത്സരം ഒരു ദിവസം പോലെയും ഇരിക്കുന്നു എന്ന ഈ കാര്യം നിങ്ങൾ മറക്കരുത്. ആമേൻ. കർത്താവിന് ഒരു ദിവസം 1000 സംവത്സരം പോലെയും 1000 സംവത്സരം ഒരു ദിവസം പോലെയും ഇരിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. ഇവിടെ മെഥൂശലഹ് 969 സംവത്സരം ജീവിച്ചിരുന്നു എന്ന് നാം തിരുവചനത്തിൽ കാണുന്നു. എന്നാൽ കർത്താവിന്റെ ദൃഷ്ടിയിൽ അത് ഒരു ദിവസം പോലും ആയിട്ടില്ല. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. എന്നാൽ നാം തിരുവചനത്തിൽ കാണുന്നു. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. സ്തേഫാനോസ് ഒരു ദിവസം ഒരു പ്രസംഗത്തോടുകൂടി തന്റെ ജീവിതം അവസാനിച്ചു. എന്നാൽ സ്വർഗം തുറന്നിരുന്നു. അവന്റെ പ്രസംഗത്തിന്റെ മധ്യത്തിൽ സ്വർഗം തുറന്നതായി നാം കാണുന്നു. ദൈവത്തിന് സ്തോത്രം. ഒരു ദിവസം ജീവിച്ചിരുന്നതായ ആമേൻ, ഒരു ദിവസം ശുശ്രൂഷിച്ചതായ ആമേൻ ആമേൻ ദൈവത്തിന് സ്തോത്രം, സ്തേഫാനോസിന് വേണ്ടി സ്വർഗം തുറന്നു എങ്കിൽ ആ ഒരു ദിവസത്തെ ഒരു 100 സംവത്സരമായി 1000 സംവത്സരമായി കണക്കിടുന്നതായ ദൈവം. ദൈവത്തിന് സ്തോത്രം. നാം എത്ര കാലം ഈ ഭൂമിയിൽ ജീവിച്ചിരിക്കുന്നു എന്നുള്ളതല്ല. ദൈവത്തിന് സ്തോത്രം. നാം ആയിരിക്കുന്നത് ദൈവത്തെ പ്രസാദപ്പെടുത്തിയും ആമേൻ ദൈവത്തിന് സ്തുതി കരയറ്റിയും ദൈവ ഇഷ്ടപ്രകാരവും ജീവിക്കുന്നു എങ്കിൽ ദൈവത്തിന് സ്തോത്രം, അത് നമുക്ക് വേണ്ടി ഹല്ലേലൂയ കരുതുന്നവനായ നമ്മുടെ തലമുറയായ നമ്മുടെ സങ്കേതമായ നമ്മുടെ കർത്താവ് ആമേൻ ദൈവത്തിന് സ്തോത്രം നമ്മളുടെ മേൽ അനുഗ്രഹം ചൊരിയുമ്പോൾ ദൈവത്തിന് സ്തോത്രം, അതെ ഹല്ലേലൂയ ഒരു ദിവസം 1000 സംവത്സരം വരെ ആയിരിക്കാൻ കണക്ക് കൂട്ടും. ദൈവത്തിന് സ്തോത്രം. എന്നാൽ 1000 സംവത്സരം വരെ ജീവിച്ചിരുന്നാലും ദൈവത്തിന് സ്തോത്രം
ദൈവത്തിന് പ്രസാദമില്ലാത്ത ജീവിതമാണ് ചെയ്യുന്നതെങ്കിൽ ദൈവത്തിന് സ്തോത്രം, അത് ഒരു ദിവസമായി ദൈവം കണക്ക് കൂട്ടിയെന്ന് വന്നേക്കാം. ദൈവത്തിന് സ്തോത്രം. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ഈ കാലയളവിൽ ആമേൻ, ഈ മഹാമാരിയുടെ കാലയളവിൽ നമ്മെ ദൈവം സൂക്ഷിച്ചിരിക്കുന്നത് ദൈവത്തിന് സ്തോത്രം, അവനെ സ്തുതി കരേറ്റുവാൻ, അവനെ മഹത്വം കരേറ്റുവാൻ, അവന്റെ നാമത്തിന്റെ പുകഴ്ചയായി മാറുവാൻ ഇതൊക്കെ വേണം. നമ്മെ കുറിച്ച് ഓരോരുത്തരെ കുറിച്ചും ദൈവം ആഗ്രഹിക്കുകയാണ്. 100-ാം സങ്കീർത്തനത്തിന്റെ 5-ാം വാക്യം നമുക്കൊന്ന് വായിക്കാം. പ്രൈസ് ദി ലോർഡ്. യഹോവ നല്ലവനല്ലോ, അവന്റെ ദയ എന്നേക്കുമുള്ളത്, അവന്റെ വിശ്വസ്തത തലമുറ തലമുറയായും ഇരിക്കുന്നു. അവന്റെ വിശ്വസ്തത തലമുറ തലമുറയായി ഇരിക്കുന്നു. നല്ലവനായ ദൈവം. ആമേൻ. അടുത്ത ഭാഗം വായിക്കുമ്പോൾ യഹോവയുടെ ദയ എന്നേക്കുമുള്ളത്. ദൈവത്തിന് സ്തോത്രം. യഹോവയുടെ ദയ തലമുറ തലമുറയോളമുള്ളത്. ദൈവത്തിന് സ്തോത്രം. യഹോവയുടെ ദയ ആമേൻ തലമുറ തലമുറയായി ഉള്ളത്. ദൈവത്തിന് സ്തോത്രം. അങ്ങനെയെങ്കിൽ തലമുറ തലമുറയായി നമ്മുടെ സങ്കേതമായ ദൈവം, പ്രൈസ് ദി ലോർഡ്, അവൻ നല്ലവനല്ലോ. അതിന്റെ 1-ാം വാക്യം വായിച്ചാട്ടെ, 100-ാം സങ്കീർത്തനത്തിന്റെ. സകല ഭൂവാസികളുമായുള്ളവരെ യഹോവയ്ക്ക് ആർപ്പിടുവീൻ. സകല ഭൂവാസികളുമായുള്ളവരെ യഹോവയ്ക്ക് ആർപ്പിടുക. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. ദൈവം നമ്മെ കുറിച്ച് ആഗ്രഹിക്കുന്നത് അവന്റെ സന്നിധിയിൽ അവന്റെ നാമത്തിന് തക്ക മഹത്വം കൊടുത്ത് ആർപ്പിടുവാൻ തക്ക വേണം. നമ്മെ കുറിച്ച് ദൈവം ആഗ്രഹിക്കുന്നു. ഞാനും നിങ്ങളും ഏത് പ്രതിസന്ധിയിലായിരുന്നാലും ഏത് പ്രതികൂലത്തിലായിരുന്നാലും ഹല്ലേലൂയ, നാം എത്ര വർഷം ജീവിച്ചു എന്നുള്ളതല്ല. ദൈവത്തിന് സ്തോത്രം. ജീവിക്കുന്ന നാളുകൾ ദൈവത്തിന് മഹത്വം കൊടുക്കുന്നവരും ദൈവത്തിനെ പുകഴ്ച ദൈവനാമത്തിന് പുകഴ്ചയ്ക്കായി ജീവിക്കുന്നവരുമായി ദൈവസന്നിധിയിൽ കാണുവാൻ തക്കവണ്ണം ദൈവം നമ്മെ കുറിച്ച് ആഗ്രഹിക്കുകയാണ്. ദൈവത്തിന് സ്തോത്രം. യഹോവ നല്ലവനല്ലോ, അവന്റെ ദയ എന്നേക്കുമുള്ളത്. ആമേൻ. അവന്റെ വിശ്വസ്തത തലമുറ തലമുറയോളം ഇരിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. ദൈവത്തിന്റെ വിശ്വസ്തത തലമുറ തലമുറയായി ഇരിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. അങ്ങനെയെങ്കിൽ എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. കർത്താവേ, ഈ തലമുറ തലമുറയായി ഞങ്ങളുടെ സങ്കേതമായിരിക്കും. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ. അനേക തലമുറകൾ കഴിഞ്ഞു പോകുമ്പോഴും ദൈവത്തിന് സ്തോത്രം, ഞങ്ങളെ നിർത്തിയിരിക്കുന്നത് ദൈവമേ നിന്റെ ദയയാണ്. ദൈവമേ, ഞങ്ങളെ നിർത്തിയിരിക്കുന്നത് നിന്റെ കരുണയാണ്. ദൈവമേ, ഞങ്ങളെ പരിപാലിക്കുന്നത് നിന്റെ വിശ്വസ്തതയാണ് എന്ന് സഭയായി നമുക്ക് ഒരുമിച്ച് പറയാം. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ദൈവത്തിന് സ്തോത്രം. കർത്താവ് നമ്മെ കേൾപ്പിച്ച് അനുഗ്രഹിക്കപ്പെട്ട ദൈവവചനം ഓർത്ത് ഒരിക്കലൂടെ നന്ദിയോടെ എല്ലാവരും ചേർന്ന് സ്തോത്രം ചെയ്യാം. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. കർത്താവിന്റെ ദാസനെ ദൈവം ധാരാളമായി തുടർന്നും അനുഗ്രഹിക്കട്ടെ, കുടുംബമായി മാനിക്കട്ടെ. Now we will have the English song. Our dear brother John Chaco will lead us in singing "There Shall Be Showers of Blessing." Brother John Chaco. Praise Lord. There shall be showers of blessing. This is the promise of love. There shall be season refreshing, sent from the Savior above. Showers of blessing, showers of blessing we need. Mercy drops round us are falling, but for the showers we plead. There shall be showers of blessing, precious reviving again, over the hills and the valleys, sound of abundance of rain. Showers of blessing, showers of blessing we need. Mercy drops round us are falling,
but for the showers we plead. There shall be showers of blessing. Send them upon us, O Lord. Grant to us now a refreshing. Come and honor thy word. Showers of blessing. Showers of blessing we need. Mercy drops round us are falling, but for the showers we plead. ആശിഷമാരിയുണ്ടാകും ആനന്ദ വാഗ്ദത്തമേ മേൽ നിന്നു രക്ഷകൻ നൽകും ആശ്വാസകാലങ്ങളെ ആശിഷമാരി ആശിഷം പെയ്യണമേ ബകൾ വീഴുന്നു ചാരി വന്മഴ താ ദൈവമേ ആശിഷമാരി ആശിഷം പെയ്യണമേ കൃപകൾ വീഴുന്നു ചാരി വന്മഴ താ ദൈവമേ showers of blessing, showers of blessing we need. Mercy drops round us are falling, but for the showers we plead. Thank you, Brother John Chaco, for your wonderful hymn. May God bless you. Now we will have the English message. Our dear brother Liju Koshi will deliver the English message. Brother Liju Koshi. Praise the Lord. Praise the Lord. Praise the Lord. I thank the Lord for this wonderful evening to be in the midst of God's saints. And I would like to thank the pastor, the church, the elders, and Jichan also for this time to share thought from the Word of God. For today's thought, we can turn to 2 Timothy chapter 2, verse 20. I'll just read it out. But in a great house, there are not only vessels of gold and silver, but also of wood and clay, some for honor and some for dishonor. Therefore, if anyone cleanses himself from the latter, he will be a vessel of honor, sanctified and useful for the master, prepared for every good work. Today, I would like to share on the subject of God's sovereignty and how He had expressed it in different people's life and how did they respond. So I'll take 3 examples of 3 foreigners. Let's begin with an example of Joseph. So we know how Joseph's story starts with he seeing dreams. In one of the dreams, he sees his sheep surrounded by 11 other sheep, and they all bow down before him. And then he sees another dream where 11 stars, the sun and the moon, they too bow down before his star. What we can notice over here is there's no reference of God in any of these in any of these dreams that Joseph is seeing. So after that, we see that he is being separated and being secluded, and he's entering into a loneliness in his. He's being sold into Egypt, and he enters into a lonely life. But as he began to work, he experiences God's presence in his life, and the people who are employing him also sees that God is with him, and whatever he does turns out to be successful, and Lord enabled him to prosper.
I remember when I was after my college, I was looking for a job, and I was in Bangalore for almost 1 year, and it was quite strange that all of my classmates and my friends, they were getting job, but somehow for almost 1 year, I couldn't be able to enter into a job, and that was a time when you think that there was no hope and the future. But all towards the end, there was a pastor who came and told from Jeremiah 29:11, saying that, I know the thoughts that I have for you, to give you a hope and a future. So what I thought would not be available for me, God was expressing through His Word that He's already thought of those things, how to give a hope and a future. Though I might have read across that portion many a times, and He illustrated it with this story where there was a green grassland, where all grass was growing, in a wonderful way. But in the middle of the ground, there was a large stone that was placed, and the grass was being suppressed under that stone. But later, when the stone is being removed, the grass under the stone, which never didn't see the sunlight for a long time, though it was being suppressed, once the stone was removed, it started growing exceedingly faster than the rest of the grass around it, and it grew more faster than the grass around. We see that how Joseph also could experience God's hand in his life when he was going through all this distress in the land of Egypt. And later on, and the people who employed him also could feel that there was something special about Joseph, and the Lord was with him. So even in the unknown place, God being with him was more than sufficient. And we see that in the prison, he is talking to the baker and the butler, and he expresses to them, telling them to tell their dreams, because interpretation belongs to God. His experience about God is changing, and he's now saying that interpretation belongs to God. And soon we see that the butler places a cup into the Pharaoh's hand with the wine. So he begins to acknowledge and give glory to God. Later, we see that in front of Pharaoh, after 2 years, we see that he's saying to Pharaoh, the dreams come from God. So he's improving in his understanding and acknowledgement of God, and in giving glory to God. And later we see that God opened a vacancy for him, and he is being promoted to be a prime minister. And when he meets his brothers, he says that God had sent him well ahead of time, and in order to save many people, and to also to leave behind a prosperous generation for his brothers. So that is how Joseph experienced God in this foreign land. When God revealed to Israel his personal name as Yah, or Yahweh, or Jehovah, it sounds quite it's quite rhyming with the sound of breath, because every Jew believed that Yah means I am, or that I am who I am, or the very existence of our being, all is in God. So when a child is born, he starts with the breath, and even when he dies on his deathbed, when he breathes his last breath out, he calls on the name of God, and starting and ending is with the same sound of the breath of God. So the Jews believe that all the existence and their being, their living, wherever they are, whatever they do, all is sustained by God Himself. However, though God revealed His personal name to them, they took His personal relationship for granted, and they forgot what God intended with them, and they went and they misused their special rights that God had intended for Israelites. So God sells this land, the Temple of Jerusalem, all into the hands of the Babylonian Empire.
And we see that in Daniel, the book of Daniel, when Daniel was in the second year of his college, and that is when King Nebuchadnezzar was in the second year of his ruling. King sees a dream, and he demands that all the magicians appear, present themselves, and tell what the dream was, and to tell what is the interpretation, which no magicians could do that. However, Daniel and his three friends sits and pray the whole night, and God grants them the dream. And when Daniel presents himself before King Nebuchadnezzar, he says that it's in Daniel chapter 2, verse 20. It says that, "But as for me, this secret has not been revealed to me because I have more wisdom than any living." And in verse 28, "But there is a God in heaven who reveals secrets." So when Daniel could reveal what exactly was the dream of the king in his mind, and even the interpretation, and he gave glory to God, this emperor, he falls down before the second year college student and falls on his face and prostrate and tells that God is the God of gods, the Lord of the lords, and indeed he is the revealer of the secrets. And their emperor confesses that God is the sovereign God. And there God opens a vacancy for Daniel. It was a direct recruitment from second year college to be the prime minister of a whole big empire. As we see at the end of this Babylonian stay, when Israelis, they returned back to the land of Israel after the Babylonian Empire fails. There is a new name which the people of Israel starts using. They start beginning to call on God as the Lord of the hosts, or the Lord of the heavens armies, or the Lord who has control over all the nations. And that's the name that the Israelis began to use. It's quite evident when they write in the prophetic books, where in Haggai, Zechariah, Malachi, and all, they use the name Lord of the Host. But prior to this, before the fall of the Babylonian Empire, Isaiah in the book of in the book of Isaiah, chapter 45, verse 9, it says about I'll just read it out. God is speaking to the Israelites, saying, this happens around 150 years before this change in the Israel's history happens. King Cyrus. It talks about King Cyrus. So God is speaking to Israel. Woe to you who strives with his maker, okay, who quarrels with his creator. And he says, God says to Israelites, you're one of the pot among the many pots around. And shall a clay say to him who forms it, what are you making? See, many times we pray, we are the clay and you are the potter. But God says that if you're not fitting to my purpose, I'm going to use another pot. I'm going to use another clay. I'm going to do something different beyond what is your expectation. And as the next verse says that you can't tell that you're doing something wrong. So this chapter is referring to a king by the name Cyrus that God will raise. And Isaiah says by his name around 150 years before, telling that the Lord says to his anointed Cyrus. Okay, and I'll just read a few phrases. I will go before you, then I will break in pieces the gates of bronze. I will give you the treasures of the darkness. I will open for you. I will create for you. I'll form. I'll make peace, and God will do great things for King Cyrus. So for a Jew, it was quite unimaginable that God is using an unbeliever, and God is even calling him as a Messiah for the Israelites. They could not imagine that God would do such extreme activity. But God is saying, as we read in verse 9 and in verse 12, I have made the earth and created man on it. My hands stretched out the heavens, and all their host I have commanded. So when God does something, even though we may be the clay, if we are not fulfilling God's purpose, God may select another pot or another clay to fulfill his purpose. And that's where we would like to conclude with
in 2 Timothy chapter 2 verse 20 that we read, that in a master's house there are many vessels, and they might be of gold and silver, wood and clay, some for honor and some for dishonor. Though we might not be gold or silver, even if we might be made of china clay, God can use it for honor, provided if we are if we are clean, okay, we cleanses ourselves from all the sinful things. God will use it as a vessel of honor, sanctified and useful for the master, prepared for every good work. Though we might be far away in the shelf, when we think that we might, there's no chances for us to be picked up. But if we remain clean and if we remain available for God to do His work, God will use us. It doesn't matter whether you are a china clay or an ordinary clay pot, but all that God is looking forward is to see that are we available for Him? Are we clean for Him? Some things we can't question, but God has His own time, and in His due time, if we are available for Him, He will fulfill His purpose in our life. And God can open doors. He will open the gates, even how whether it's an iron or a bronze. He will open vacancies. He will open doors for His children. And let us be available for God to use us. By these words, let the Lord bless us all. Thank you, Brother Liju, for your wonderful and encouraging message. May God bless you and your family.